ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അച്ചാച്ചിക്കും ഇന്ന് പോകണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തക്കുടും അംഗൻവാടി പോയില്ല. അപ്പം ഞങ്ങൾ മഴയൊക്കെ ആയിട്ട് എന്നാൽ പുറത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട്, സാധാരണ മഴ വരുമ്പോൾ എല്ലാവരും വീട്ടിലിരിക്കും, ഞങ്ങൾ നേരെ തിരിച്ചാട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ അച്ചാച്ചിക്ക് തലമുടിയൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ഒരു ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്ത് മുടിയൊക്കെ വെട്ടിയിരുന്ന സമയം കൊണ്ട് തക്കുട് കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി. അപ്പം ഉറങ്ങി നമ്മൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അത് കാരണം തൊട്ടടുത്തൊരു അക്കോറത്തിൻ്റെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോകാം, മീനെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് തന്നെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ വീട്ടിലുള്ള മീനുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അത്യാവശ്യം കുറേ എണ്ണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം തന്നെ നമ്മുടെ അക്വോറിയത്തിലുള്ളതും പിന്നെ ആമ്പൽക്കുളത്തിലുള്ള സൈസ് മീനുകളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 സൈസ് ഗപ്പീനെ മേടിച്ചു. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ആമ്പൽക്കുളത്തിൽ കൊണ്ടുവന്ന് ഇടാമല്ലോ, അതിന് പ്രത്യേകിച്ച് നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള 1-2 കൂട്ടം മീനിനെയൊക്കെ മേടിച്ചു. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ളത് അന്വേഷിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. തക്കുടുവിന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരി ചുറ്റി നടന്നതൊക്കെ കണ്ടു. ഇപ്പോൾ ഇത്രയും അടുത്ത് കാണാമല്ലോ, അപ്പോൾ അതിനെയൊക്കെ കണ്ട് കുറേയൊക്കെ നോക്കിയൊക്കെ നിന്നു. അപ്പോൾ 2 മീനിനെ മേടിച്ചത് അവൾ തന്നെ കൈ പിടിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ സൗന്ദര്യം നോക്കുന്ന കേട്ടോ ഈ കാണുന്നേ. ഇഷ്ടപ്പെട്ടോ? കൊള്ളത്തില്ല, നമുക്ക് തിരിച്ചു കൊടുത്താലോ? തിരിച്ചു കൊടുക്കണോ? നല്ലതാണോ? അപ്പോൾ ഗപ്പീനെയൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഭയങ്കര മഴയാട്ടോ. നല്ല മഴയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പോഴും. അപ്പോൾ മഴ തോർന്ന സമയം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേ. അപ്പോഴത്തേക്കും പിന്നെയും മഴയായി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊന്നും തോർന്നപ്പോഴത്തേക്കും ചാച്ച പോയി ബൈക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ ഇന്ന് വന്നതേ ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല. അപ്പം പുറത്ത് പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ ആ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടൻ അവിടെ പോകണമെന്നും പറഞ്ഞു ഒരു ദിഗത വാശി പിടുത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഹോട്ടലിൽ കൊണ്ടുവന്നു. അപ്പം മന്തി ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കേട്ടോ. അപ്പോഴത്തേക്കും തക്കുടും അച്ചാച്ചയും കൂടെ 1-2 പറഞ്ഞ് വഴക്കുണ്ടാക്കി, എന്തോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ അച്ചാച്ച ഇവളോട് പോയി വെത്താൻ വേണ്ടിയിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന് വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഇരിപ്പ. നേരെ നോക്കിയാൽ തക്കുട് പിണങ്ങും. എന്തിനാ പിണങ്ങുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിരുന്ന സമയം കൊണ്ട് അവൾക്ക് വെള്ളം കുടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദാഹം പുള്ളിക്ക്. അപ്പോൾ കുപ്പി ഞാൻ എടുക്കുന്ന ദിവസം അവൾക്ക് ദാഹിക്കൂല, കുപ്പി എടുക്കാണ്ട് വരുന്ന ദിവസം അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. അപ്പോൾ വെള്ളം വേണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ ഞാൻ വെള്ളം എടുത്തു കൊടുത്തു. അന്നേരത്തേക്ക് അവൾക്ക് ചേസ് വെച്ചിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ 3 പേർക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പറക്കി. അവൾക്ക് എന്ത് കിട്ടിയാലും അതെല്ലാം ഞങ്ങൾക്ക് ഷെയർ ചെയ്താലേ പുള്ളിക്ക് പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് 1 ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്കും അത് എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആദ്യമേ ഇവള് വെള്ളം കുടിച്ചങ്ങ് വയറ് നിറയ്ക്കും. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര മടിയാട്ടോ അവൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു കൊച്ചോടി പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അതിൻ്റെ കൂടെ കളിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ടായി അടുത്ത വാശി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരായത് കാരണം എങ്ങനെ എടുക്കും എന്നൊന്നും അറിയത്തില്ലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞു വേണ്ട, അവർ ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ പിടിച്ചിരുത്തിയേനെ. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പിന്നെയും മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ പാസ്സാക്കി. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൾ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞങ്ങൾ ആദ്യമായിട്ടോ ഈ ഹോട്ടലിൽ കയറുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ കയറിക്കൊണ്ടിരുന്ന ഒരു മന്തിയുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കയറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്. അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. തക്കുടുവാണേലും നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഈ ഹോട്ടലിൽ ഇരുന്നോടത്ത് വേറൊരു ഹോട്ടലായിരുന്നു, അപ്പോൾ അത് ഇവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഫുഡൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പോൾ രാവിലെ കൊടുത്തിട്ട് പോന്നിട്ട്
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഷുറൻസിൻ്റെ കാര്യം റെഡിയാകാത്തത് കാരണം ചേട്ടായി അത് ചോദിക്കാനൊക്കെ പോയ സമയം കൊണ്ട് ഞാനിവിടെ നിന്ന് അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരാറായപ്പോഴത്തേക്കും മഴ കുറച്ച് തോർന്നപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു. പിന്നെ വണ്ടിയിലിരുന്ന് തക്കുടൂൻ്റെ വക ഓരോരോ ഗോഷ്ടിയാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്തൊക്കെയോ ആക്ഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. എന്തോ ഒരു പാട്ട് പാടി തരുന്ന, അങ്കമാടി പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ പാട്ടൊക്കെ പഠിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിന് ആക്ഷൻ സോങ് ആയിട്ട് ഇങ്ങനെ പാടി കളിച്ചൊക്കെ കാണിച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ കഴിഞ്ഞ വർഷം ഇതുപോലുള്ള സമയത്ത് അവിടെ മണ്ണിടിച്ചിൽ വന്ന് അവിടുത്തെ കുറേ വീടുകളൊക്കെ പോയി, ഒരു ചേട്ടൻ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും ആകാത്തതിൻ്റെ പ്രതിഷേധമായിട്ട് അവരവിടെ സമരപ്പന്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ഹൈവേയുടെ പണിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് അവരവരുടെ പ്രതിഷേധമായിട്ട് അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പമ്പാറയൊക്കെ എത്താറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എത്ര തവണ ഇതിലൂടെ കടന്നു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാ തവണയും ഞാനിതുപോലെ വീഡിയോ എടുക്കും. ഇങ്ങനെ ഓരോ തവണ കാണുമ്പം ഓരോരോ ഭംഗിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീടെത്താറായി. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം.